എത്ര മനോഹരമായാണ് അജിൻക്യ രഹാനെ എന്ന ഒരു പ്ലെയർ ആ ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഇമോഷണൽ തോന്നും. അത്രയ്ക്കും ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആരാധകരെക്കുറിച്ചും തന്റെ കരിയറിൽ വന്ന ആ ഒരു ഫോൾട്ടിനെ കുറിച്ചും ഉയർച്ചയെക്കുറിച്ചൊക്കെ അദ്ദേഹം ശരിക്കും ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒന്നോർത്താൽ അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ചുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ലോകത്തിനൊപ്പമോ വിരാട് കോഹ്ലിയോടൊപ്പമോ ചേർത്ത് വെക്കാൻ പറ്റിയ പേരായനെ അജിൻക്യ രഹാനെ എന്ന പ്ലെയറുടെ ആ ഒരു പേര്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയും വളരെ മികച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സൗമ്യഭാവവും ശരിക്കും ആൾക്കാരിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയിരുന്നു. ഏത് സമയത്ത് എപ്പോഴും ഒരു കൂൾ മെന്റാലിറ്റിയാണ് അദ്ദേഹം പുറത്തുവിട്ടത്. മാത്രമല്ല ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റിൽ 2020 അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ മികച്ചായിരുന്നു. ഒരു തോൽവിയിലോട്ട് വീണ ടീമിനെ തിരിച്ചു കയറ്റിക്കൊണ്ടുവന്ന ഒരു രീതി, അതും ക്യാപ്റ്റനായിട്ട്, അത് ശരിക്കും മികച്ചായിരുന്നു. ആ ഒരു സീരീസ് എപ്പോഴും ഓർത്തു വെക്കാൻ പറ്റുന്ന സീരീസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കരിയർ. മാത്രമല്ല ബാറ്റിംഗ് സ്റ്റാൻസും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ക്ലാസിക് ശൈലിയാണ്. ടെസ്റ്റാണ് അദ്ദേഹത്തിന് കൂടുതൽ യോജിച്ചെന്ന് നമുക്ക് തോന്നും. മാത്രമല്ല എല്ലാത്തിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ശരിക്കും മികച്ചായിരുന്നു. ഇപ്പൊ അവസാനമായി അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ശരിക്കും ഇംപ്രസ് ആയത് സത്യത്തിൽ ചെന്നൈയിലോട്ട് വന്ന സമയത്തും ഭയങ്കര ബ്ലാസ്റ്റിംഗ് പെർഫോമൻസ് അദ്ദേഹം നടത്തി. എന്തായാലും ആ ഒരു വിരമിക്കലിലൂടെ ഒരു നല്ലൊരു ക്ലാസിക് പ്ലെയറെ നമുക്ക് മിസ് ചെയ്യും, അജിൻക്യ രഹാനെ എന്ന ഒരു ലെജൻഡിനെ.